നമസ്തേ. യോഗ എന്തുകൊണ്ട് സ്ഥാപനങ്ങളിൽ ഇത്രയേറെ പോപ്പുലർ ആവുമെന്ന് ചോദിച്ചാൽ പ്രധാന കാര്യം യോഗയുടെ ഒരു വിഭാഗമായ സ്ട്രെസ് മാനേജ്മെൻറ്റാണ്. യോഗ തെറാപ്പിയിൽ പറയുന്നത് 70% അസുഖങ്ങളും സൈക്കോസൊമാറ്റിക് ആണ് എന്നാണ്. മനോജന്യ രോഗങ്ങൾ, അതായത് മനസ്സിൽ തുടങ്ങി ശരീരത്തിലേക്ക് പോകുന്നതാണ് സൈക്കോസൊമാറ്റിക്. ആയുർവേദത്തിൽ അതിനെ ആദിജ വ്യാധി, ആദിയിൽ നിന്ന് ജനിക്കുന്ന വ്യാധി എന്ന് പറയും. അതുകൊണ്ടാണ് അസുഖങ്ങൾ പലതും മരുന്ന് കഴിച്ചാൽ മാറാത്തത് അഥവാ വേറൊന്നായി മാറുന്നത്. കാരണം അതിൻ്റെ വേരുകൾ കിടക്കുന്ന മനസ്സിലാണ്. അതുകൊണ്ട് ആനുകാലികമായ യോഗ ക്ലാസ്സുകളിലൊക്കെ യോഗ ക്ലാസ്സിന് പ്രധാനപ്പെട്ട ഭാഗമാണ് സ്ട്രെസ് മാനേജ്മെൻറ്റ്. ഒരു ഉദാഹരണം പറയാം. ഇപ്പോൾ പലരുടെയും പ്രശ്നം ഉണർന്നിരിക്കുമ്പോൾ ഉറക്കം വരുന്നുവെന്നും ഉറങ്ങാൻ കിടക്കുമ്പോൾ ഉറക്കം വരുന്നില്ല എന്നുള്ളതാണ്. അതായത് ശരീരം ഇരിക്കുമ്പോൾ ഉറക്കം വരുന്നു, കിടക്കുമ്പോൾ ഉറക്കം വരുന്നില്ല. വളരെ പ്രായോഗികമായിട്ട് പറഞ്ഞു. നമ്മൾ ചെയ്യുന്ന ചന്ദ്രപ്രാണായാമമുണ്ട്. നമ്മൾ വലത്തെ കൈ തള്ളവിരലുകൊണ്ട് വലത്തെ മൂക്ക് അടച്ചു വയ്ക്കുന്നു. ഇടത്തെ വശം ഹാർട്ട് സൈഡ്, അതായത് ചന്ദ്ര മൂൺ സൈഡ് മാത്രമാണ് ശ്വാസം എടുക്കുന്നത് 7 സെക്കൻഡ് കൊണ്ട്, പുറത്ത് വിടുന്നത് 14 സെക്കൻഡ് കൊണ്ട്. ഇതൊരു 3 മിനിറ്റ് ചെയ്ത് കഴിയുന്നു. അതോടെ നമ്മുടെ ശരീരം റിലാക്സ്ഡ് ആവും. ഉടൻ തന്നെ ഇടത്തുവശം ചെരിഞ്ഞ് കിടക്കുകയാണ്. അങ്ങനെ നേരെ നമ്മൾ ഉറക്കത്തിലേക്ക് പോകും എന്ന് മാത്രമല്ല, ആ ഉറക്കം 6 മണിക്കൂറോ 5 മണിക്കൂറോ പോലും മതി, ഡീപ്പായിരിക്കും. കുഞ്ഞുറങ്ങും പോലെ ഉറങ്ങി പൂ വിരിയും പോലെ വിരിയുക എന്നുള്ള നിദ്രാസങ്കല്പം